വിപ്ലത്തച്ചോ കേക്കണം. ഒരു സാധാരണ ഒരു യുവാവ്, എന്റെ പ്രായമുള്ളൊരു പയ്യൻ, അവരുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരത്ര അത്യാവശ്യമായിട്ടൊരു കാര്യമായതുകൊണ്ടാണ്. സംഗതി ശരി തന്നെ. പക്ഷെ ഇവിടെ അവര് അംഗീകരിക്കൂലടാ, അവിടെ അല്ലേ പൊളിയാണത്. അങ്ങനെയാണെങ്കിൽ അവർ അംഗീകരിക്കാത്ത ചില കാര്യങ്ങൾ ഞാൻ അമ്മയടുത്ത് പറയും. ഞാൻ കണ്ട സത്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സംസാരിച്ച ആ സ്ഥലമേ കുറച്ച് വശവശ കുടിച്ച സ്ഥലമാണ്. ഓ, ഏത് ഗതികെട്ട നേരത്താണാവോ എനിക്ക് അവിടെ പോകാൻ തോന്നിയത്. ഒന്നുമില്ല മോളെ, ഞങ്ങളെ മാർക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മള് ചോദിച്ചു പോലും ഇല്ല, വെറുതെ പറഞ്ഞ് കുളവാക്കണോ? പാറു മക്കളെ, ഞാൻ നിന്നെ വന്നൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എന്തായാലും നീ വന്നത് നന്നായി. പോയി എല്ലാരെയും വിളിച്ചോണ്ടു എടി, പോയി വിളിച്ചോണ്ട് വാടി. ഒരു പടയില്ലേ, ചെല്ലങ്ങോട്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ വന്നേ. ആരാ വിളിക്കണേന്ന് ചോദിച്ചാ കുഴപ്പമുള്ളത്തച്ഛനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ ചാ? എന്റെ ആവശ്യമുണ്ടാ? പിന്നെ എന്റെ ആവശ്യമുണ്ട്. അച്ഛന് അല്ല, കുഴപ്പമില്ല. എന്നാ പിന്നെ സീതാമ്മ വിളിച്ചോണ്ടോടാ. വേണ്ട വേണ്ട, എല്ലാവരെയും വിളിച്ചോ, ഞാൻ വിളിക്കണം പറഞ്ഞു. കാര്യം എന്താണെന്ന് പറയാവോ? എടി, നിനക്കും കൂടെ ഗുണമുള്ള കാര്യം ചെല്ലാം അങ്ങോട്ട്. കുഴപ്പമില്ലത്തച്ചോ, ഒരു മകന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണെന്ന് വിചാരിച്ചാൽ ഒരു മോനും ഒരു തന്ത്രടുത്ത് ഇങ്ങനെ ചെയ്തടാ. നീയേ ഒരകത്തുമ്പോ വാഴ വെട്ടയാണല്ലേ, നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കണടാ. അങ്ങനെയൊന്നും ഇല്ല, ഇത് നമ്മള് ചുമ്മാ ഫ്രണ്ട്ലി ഫയർ അല്ലേ. ഫ്രണ്ട്ലി ഫയർ. പ്രതച്ചോ, നമുക്കെന്നാ അങ്ങോട്ട് പോയാലേ? ആണോ? ആന്ന്, അവരെ ഇങ്ങോട്ട് വിളിച്ച് നമ്മൾ അങ്ങോട്ട് പോയ പ്രശ്നമാവും. വേണ്ട, നമുക്ക് അങ്ങനെയല്ല. കുഴപ്പമില്ലത്തച്ചോ, ഫീല് പിടി. ഇല്ലേ, ഞാൻ ഫീല് പിടിക്കും. ഫീല് പിടിക്കണേ എന്നാ കൊള്ളാം. എല്ലാവരും ഉണ്ടല്ലോ. അല്ല, എന്തിനാ എല്ലാരെയും ഒരുമിച്ച് വിളിച്ച് കാണണമെന്ന് പറഞ്ഞേ? അയ്യോ, അത് ഞാനല്ലേ വിളിച്ചേ, കുഴപ്പമുള്ളത്തച്ഛനാ വിളിച്ചേ. കുഴപ്പമുള്ളത്തച്ഛൻ എന്തോ പറയാനുണ്ടെന്ന്. ഞാനാ? ഇല്ലേ, ഞാനാ വിളിച്ചത്. ജനാർദ്ദന, എന്താ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞാട്ടെ. കാര്യമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചേ? ഞങ്ങള് പോട്ടെ. അങ്ങനല്ല, എന്ന് പറഞ്ഞാലേ നമ്മുടെ കേശു ചെറുപ്പക്കാരനാണല്ലോ. അതെ, ചെറുപ്പക്കാരനാണ്, അത് നമുക്കറിയാലോ. അത് പറയാനാണ് വിളിപ്പിച്ചത്. ശിവ, അച്ഛൻ പറയാ, ഈ വീട്ടിലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോവാണ്. അതല്ല, കേശുവിന് ഒരു കാറ് വേണം, അത്രേ ഉള്ളൂ. അതാന്നോ കാര്യം? ഓണത്തിന് തൃക്കാക്കര ഉത്സവം വരുമല്ലോ, നമുക്കൊരെണ്ണം മേടിച്ചേക്കാം. കേശു, കാറിന്റെ കാര്യം സെറ്റേ, ഓണത്തിന് വാങ്ങിത്തരും. അപ്പൊ ശരി. കുഴപ്പമുള്ളത്തച്ഛ, ഉത്സവത്തിന് കളിപ്പാട്ടം മേടിച്ചിരുന്ന കാര്യമാണ് ഇപ്പൊ അമ്മൂമ്മ പറഞ്ഞത്. പിന്നെ ഒറിജിനലോ? എന്താ അമ്മായി പറയണത്? അവനൊരു ചെറുപ്പക്കാരനല്ലേ, അവനുണ്ടാവില്ല ആഗ്രഹങ്ങള്, ബൈക്ക്, കാറ്, എക്സെട്ര എക്സെട്ര. ഇതൊക്കെ നമ്മളല്ലേ സഹായിച്ചു കൊടുക്കേണ്ടത്. ഇപ്പൊ ഓണമാണ് വരുന്നത്, ഓണത്തിന് ഒരുപാട് ഓഫർ ഉണ്ടാവും. ഒരു കാറങ്ങ് വാങ്ങി കൊടുത്തേര്. ആഗ്രഹമൊക്കെ ഉണ്ട് ജനാർദ്ദന, ഒരു വണ്ടിയൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. ലക്കും ലഹാനും ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ടേ വല്ല അപകടവും വിളിച്ചു വരുത്തിയാലോ? അങ്ങനെയൊക്കെ ചിന്തിച്ച കാര്യം നടക്കും അമ്മ. ഇപ്പൊ അപകടം വരുമെന്ന് കരുതി ആരെങ്കിലും കാർ ഓടിക്കാതിരിക്കുവോ? അങ്ങനെയല്ല, അപകടം വരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ സീതയുടെ കല്യാണം കഴിച്ചത്. അല്ല, വിട്ടേക്ക്, നമുക്ക് KCB-യിലേക്ക് പോവാം.